സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു മീറ്റിങ്ങിന് കയറുമ്പോൾ ആണ് അറിയണത് ഇങ്ങനെ എന്തൊക്കെ എന്നെ പറ്റിയിട്ട് പറഞ്ഞു എന്നുള്ളത്. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ലീക്കായതുകൊണ്ട് മൊബൈലിൽ നിരന്തരം ഫോൺ വരുന്നതുകൊണ്ട് സൈലൻ്റ് ആക്കിയിട്ടൊക്കെയാണ് ഞാൻ. അതുകൊണ്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞില്ല. നമ്മൾ വേറൊരു ചെറിയൊരു സ്കൂളിലെ ചെറിയ കുട്ടികളെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോയതിന്. അത് കഴിഞ്ഞിപ്പോൾ ഈ പരിപാടി വന്നു. ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഇപ്പോൾ ഞാനെന്തോ പിരിവ് നടത്തുന്നതെന്ന് പറഞ്ഞ് ഞാനൊരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും. കല്ലെറിഞ്ഞു കൊന്ന ആളെൻ്റെ തന്നെ. പക്ഷേ ഇത് വലിയ വൈകാരികമായി ഉപയോഗിച്ച് PR വർക്ക് നടത്തുകയായിരുന്നതാണ് ഇപ്പോൾ കുടുംബം വലിയൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഞാൻ എന്ത് PR വർക്കാണ്? അങ്ങനെയാണ് നിങ്ങളാണ് എൻ്റെ PR വർക്കിൻ്റെ ആൾക്കാർ. ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ മുന്നിൽ ഇങ്ങനെ അതേമാതിരി ക്യാമറ വരുമ്പോൾ ഞാനൊരു സാധാരണ ആളാണ്. ഞാനൊരു കാര്യം ചെയ്ത് ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അതിൽ മുകളിൽ ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ കുറ്റങ്ങളും പ്രശ്നങ്ങളും എനിക്കുണ്ട്. ആ പ്രശ്നങ്ങളുടെ പിന്നിലാണ് ഞാൻ എന്താക്കുന്നത് സംസാരിക്കുന്നത്. വേറെ PR വർക്കായിട്ട് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ ഈ അർജുനെ ഉപയോഗപ്പെടുത്തി അതിൽ വ്യൂവേഴ്സ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഗുരുതരമായ ഒരു ആരോപണം. അർജുൻ്റെ ആ സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു ഗംഗാവലി ശിരൂരിൽ. ഞാൻ അർജുൻ്റെ ആ സമയത്ത് എൻ്റെ ഒരു മനസ്സിനും വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ്. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിലിപ്പോൾ എന്താ തെറ്റുള്ളത്? ഏതാണ് ആ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കി. ആകെ ഒരു എന്താ പറയുക, ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ. ഈ 10,000 സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു ലൈവ് ഇടും. പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങൾ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താണ് ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം. അതാകെ അന്നൊക്കെ എൻ്റെ ചാനലിൽ വളരെ കുറച്ച് ഒരാളാണെങ്കിൽ ഒരാളെ ചവിട്ടിലെത്തണം. പിന്നെ എന്താണെന്ന് കഴിഞ്ഞാൽ കർണാടകയിൽ ഞാൻ നിൽക്കുന്ന സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉള്ളത്ര ശത്രുക്കൾ വേറെ ആർക്കും ഇല്ല. അത്രമാത്രം ഞാൻ ചില സംവിധാനങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് എനിക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലെങ്കിൽ ഒരു ധൈര്യത്തിന് വേണ്ടേ? അർജുൻ്റെ കുടുംബത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തിൽ എത്തിക്കാമെന്നതിൻ്റെ പേരിലോ താങ്കൾ ആരുടെയിൽ നിന്നും പണം വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ പണം ഓഫർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഒരു ഉറുപ്പ്യ ഞാൻ ആരെടുത്തും വാങ്ങി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ഈശ്വർ മാൽപെ, മനാഫ് എന്നിവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈശ്വർ മാൽപെ ഇതായ സമൂഹ മാധ്യമങ്ങളിലൂടെ പബ്ലിസിറ്റിക്ക് ശ്രമിച്ചു, സമാന്തര സംവിധാനമായി പ്രവർത്തിച്ചു. സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ ഇപ്പോൾ ഈശ്വർ മാൽപെ, മനാഫ് എന്നിവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പോലീസാണ് കേസ് എടുത്തത്. ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അർജുനെ എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതേനു. എന്നാൽ പിന്നെ സുഖമായിരുന്നു, പോരേനല്ലോ. എടുത്തു കഴിഞ്ഞ് എന്തേ ഇവർ നേരം വയ്യത് ഈ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ? ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോഴും കാണുള്ളൂ. ആ അമ്മ എൻ്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പോൾ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും